ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ ഇത് കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചേക്കാണ്. ഒരു ചെറിയൊരു ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും. നമുക്ക് ഇത് മന്തി മസാല കൊണ്ട് എങ്ങനെയാണ് പെട്ടെന്നൊരു കുക്കർ ബിരിയാണി. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. മന്തിയുടെ മസാല ഞാനിത് തയ്യാറാക്കിയ മന്തിയുടെ മസാലയാണ്. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അടിപൊളി ഒരു കുക്കർ ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ മന്തി മസാല ഉണ്ടാക്കുന്ന അറിയാമല്ലോ. പച്ചമല്ലി, പട്ട, പെരുംജീരകം, വറ്റൽമുളക്, ചെറിയ ജീരകം, കുരുമുളക്, അങ്ങനെ എല്ലാം കൂടി വറുത്ത് പൊടിച്ചതാണ്. അതിലേക്ക് ഞാൻ തൈരൊന്നും ചേർക്കുന്നില്ല. നാരങ്ങയിൽ അരിയെടുത്ത് മാറ്റാം. ഒരു നാരങ്ങയുടെ നീര്, നാരങ്ങ ഒഴിച്ചാൽ നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറാണ് നാരങ്ങ. ചിക്കൻ്റെ ഓരോ പീസുകളും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത്, ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു അരമണിക്കൂറോളം നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഇതിൽ മസാലയെല്ലാം പിടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കാം. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിരുന്നാലും ബിരിയാണി ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് പട്ട, പെരുംജീരകം, നെയ്യ്, ഏലക്ക, തക്കോലം, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചതച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മിക്സ് ചെയ്യാം. രണ്ട് തക്കാളി നീളത്തിന് കട്ട് ചെയ്തത്. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് വെയിറ്റ് വെച്ചിട്ടാണെങ്കിൽ ഒരു വിസിൽ കേൾക്കാം, അല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഞാനൊരു വിസിൽ കേൾപ്പിച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു കപ്പ് കൂടുതൽ വെള്ളമുണ്ട്. ഇതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്തിട്ട് അരിയിടാം. ഇനി നമുക്ക് അരി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ അരിയിൽ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറ്. ഇനി ഈ അരിയും ഈ ചോറും കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അരിയും ഈ ചിക്കനും കൂടെ ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഇനി ബാക്കി നമുക്ക് എത്രയും വെള്ളം വേണ്ടതെന്നുള്ളത് അളന്ന് നോക്കിയതിന് ശേഷം ഒഴിച്ച്, ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കൊരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് വയ്ക്കാം. ചെറിയൊരു നാരങ്ങയാണ്. ഇതിൻ്റെ ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനും ഈ നാരങ്ങയുടെ ഫ്ലേവർ ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാകും. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ 1 വിസിൽ കേൾപ്പിച്ചാൽ മതി. അരി ചോറ് വെന്ത് കിട്ടാൻ വേണ്ടി 1 വിസിൽ മതി. കുക്കർ ബിരിയാണി നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. 1 വിസിൽ കേൾപ്പിച്ചോളൂ. ചിക്കനും എല്ലാം കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചൂട് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ചോറെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കൈമ റൈസിൻ്റെ ബിരിയാണി ചെറിയ ചെറിയ അരിയാണ്, നല്ല
ടേസ്റ്റുള്ള ചോറാണ്. എന്തിനാ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.